ടു മൈ ചാനൽ. എൻ്റെ പേര് പൂജ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഓക്കെ. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു കാന്താരി മുളക് ഇല കൊണ്ടുള്ള കറിയാണ്. നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ ഈ എരിവും അത്യാവശ്യം പുളിയൊക്കെയുള്ള ഈ മോരുകറി, കാന്താരി മുളക് ഇല കൊണ്ടുള്ള മോരുകറി കഴിച്ച് കൂട്ടി ചോറുണ്ടാന്ന് പറയുന്നുണ്ടല്ലോ. ആഹാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഗംഭീര സംഭവമാണ്. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഒരു ഏടത്തി, സാവിത്രി ഏടത്തിയുടെ റെസിപ്പിയാണ്. അത് കണ്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. ഇത് ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു ടെക്നിക്ക് വേറെ വേറെയാണ്. അത് ഞാൻ രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ആദ്യം നമുക്ക് കാന്താരി മുളകിൻ്റെ ഇല പറിച്ചെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഓക്കെ. ബാംഗ്ലൂർ വെച്ചിട്ട് ഈ റെസിപ്പി ചെയ്യാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ കാന്താരി മുളക് കിട്ടാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ പിന്നെ ഇലയുടെ കാര്യം പറയണ്ടല്ലോ. നാട്ടിൽ ചെന്നപ്പോഴാണ് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. കാരണം നാട്ടിൽ പറമ്പിൽ ഇഷ്ടംപോലെ കാന്താരി മുളക് ചെടിയുണ്ട്. അപ്പോൾ ഇല മാത്രം ആക്കണ്ട കേട്ടോ, കുറച്ച് മുളകും പറിച്ചെടുത്തോളൂ. എന്നിട്ട് അമ്മ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഇല ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ടാണ് അമ്മ ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ അത്യാവശ്യം മടിയുള്ള ഒരു കൂട്ടത്തിലായതുകൊണ്ട് ഞാനിതിങ്ങനെ നുറുക്കാനൊന്നും പോയില്ല കേട്ടോ. പകരം എന്താ ഇതുപോലെ ആ ഇല പറിച്ചത് അതേപടി അങ്ങ് നമ്മുടെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് 1-2 കാന്താരി മുളകും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഞാനങ്ങ് വേവിക്കുകയാണ് ചെയ്തത്. ഈ പാത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊരു പഴയ പാത്രമാണല്ലോ എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറയാമല്ലോ, എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാത്രമാണിത്. കാരണം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ചെറിയ ചീനച്ചട്ടിയാണ്. ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലുണ്ടാക്കുന്നത് കേട്ടോ, ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1-2 കാന്താരി മുളകും കൂടി ഇട്ടിട്ട് ആണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വേറെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ആകെ വേണ്ടത് ഈ കാന്താരി മുളക് ഇലയും കൂടുതലായിട്ട് ഇലയും പിന്നെ കുറച്ച് കാന്താരി മുളകും മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഈ ചെറിയ പാത്രം എടുത്തിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കുക, അതിനനുസരിച്ച് ഇലയും പറിക്കുക. ഓക്കെ. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. നാളികേരം വളരെ കുറച്ച്, ഒരു മുറി നാളികേരത്തിൻ്റെ പകുതി തന്നെ മതിയാവും. ഞാൻ ഇത്രയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കാന്താരി മുളകും പിന്നെ കുറച്ച് മോരും കൂടി ഒഴിച്ചിട്ടുണ്ട്, പുളിയുള്ള മോര്. അതിനുശേഷം ആ ഇലയും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ മുറിക്കാതെയാണല്ലോ ഇല ഇതാക്കിയത്. അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വറുത്തിടാം. സാധാരണ പോലെ വറുത്തിട്ടാൽ മതി. കടുകും മുളകും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കറിവേപ്പിലയും കൂടെ നന്നായിട്ട് പൊട്ടിച്ച് ഇതുപോലെ ഇട്ടിട്ട് കറി റെഡിയായി കഴിയുമ്പോൾ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഒരു ഇലയും കാന്താരി മുളകൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചാൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഞെട്ടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അമ്മ ഉണ്ടാക്കിയത് ഈ കളറാണ്. കാരണം അമ്മ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. എൻ്റെ കറിക്ക് മഞ്ഞൾപ്പൊടി കൂടുതലുള്ളതുകൊണ്ടാണ് ആ ഒരു മോര് കറിയുടെ ഇത് വന്നത്. അപ്പോൾ എങ്ങനെ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുകയല്ലേ ഈ കാന്താരി മുളക് ഇല കൊണ്ടുള്ള മോര് കറി. അപ്പോൾ ട്രൈ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ.